2025 ജൂൺ 19 പ്രസവത്തിനായിട്ട് നെടുമങ്ങാട് അഡ്മിറ്റ് ആവുന്നത്. 19 തന്നെയാണ് പ്രസവം നടന്നത്. പ്രസവം നടന്നിട്ട് അവർ ഈ പ്രസവത്തിന് വേണ്ടി ഇടുന്ന സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി കുഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഇട്ട ഈ മുറിവ് താഴ്ചയിലായി പോവുകയും ഇത് മലദ്വാരത്തിലെ നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഈ കാര്യം ഡോക്ടർ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് പുറമെ സ്റ്റിച്ചിട്ട് എന്നെ 10 ദിവസം വരെ എന്നെ ആദ്യമേ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ 3 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റിച്ചിൽ കൂടെ തന്നെ മലം വന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് മുറിവ് നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡി ആയിക്കോളും, ഈ സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ റെഡി ആവുമെന്ന് പറഞ്ഞ് നേരെ നമ്മളെ 10 ദിവസം കഴിഞ്ഞ് നേരെ വീട്ടിൽ വിടുകയാണ് ചെയ്തത്. വീട്ടിൽ വിട്ടിട്ട് വേദന ബുദ്ധിമുട്ട് മാറാത്തത് കൊണ്ടാണ് വീണ്ടും ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വീണ്ടും നെടുമങ്ങാട് വന്ന് 7 ദിവസത്തേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നോ ഡോക്ടറിൻ്റെ കൈക്ക് വന്നതാണെന്നോ ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഡോക്ടറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ. സ്ഥിരമായിട്ട് ഡോക്ടറിനെയാണ് കാണിച്ചത്. ബിന്ദു സുന്ദരൻ ഡോക്ടറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ നേരെ ഈ ഡോക്ടറിന്റെ ഫ്രണ്ടിനെ തന്നെയാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വന്നത്. അപ്പോൾ റെഫർ ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഈ അവിടത്തേക്കുള്ള റെഫറൻസ് തുണ്ടിലാണ് ഡോക്ടർ എഴുതിയേക്കുന്നത് നമ്മൾ വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എഴുതിയേക്കുന്നത്. അല്ല ഡോക്ടർ നമുക്ക് ഇതിനൊരു വിശദീകരണം തന്നിട്ടില്ല, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഡോക്ടറിനോട് നമ്മൾ ചോദിച്ചിട്ട് മറുപടി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് വെജൈനൽ ഫിസ്റ്റുലയാണ് എന്ന് പറഞ്ഞു. അത് 16 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് MRI വരെ എടുക്കുന്നത്, മെഡിക്കലിൽ ചെന്ന് MRI എടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ SITയിലെ ഡോക്ടറിനെ കണ്ടു. SITയിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറിനെ SITയിലെ ഡോക്ടറിനെ കാണാൻ പറഞ്ഞു. SITയിലെ ഡോക്ടർ പറഞ്ഞു ഇത് പ്രസവ സമയത്ത് തന്നെ സംഭവിച്ചതാണ്, ഇത് ആ സമയത്ത് തന്നെ സ്റ്റിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ റെഡി ആയിരുന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് നേരെ മെഡിക്കലിൽ തന്നെ വിട്ട്. മെഡിക്കലിൽ ചെന്നപ്പോൾ MRI എടുത്തതിന് ശേഷമാണ് പറയുന്ന 2.7 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് എനിക്ക് ഈ നരമ്പ് കട്ടായേക്കുന്നത്, മുറിവ് വന്നേക്കുന്നത്. അപ്പോൾ ഈ മുറിവ് അടയ്ക്കണമെങ്കിൽ പുറമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടൽ പുറത്ത് വെച്ച് കൊളോസ്റ്റമി ചെയ്തതിന് ശേഷം മാത്രമേ മുറിവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ശസ്ത്രക്രിയ ചെയ്യുന്നു. അത് ചെയ്ത് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പഴയ പോലെ തന്നെ മുറിവിൽ കൂടെ മലം പൊയ്ക്കൊണ്ടിരിക്കുക. കൊളോസ്റ്റമി ചെയ്തതിന് ശരിയാവാത്തോടെ വീണ്ടും പഴയ പോലെ പോയി. ആ സമയത്ത് എല്ലാ സമയത്തും ഈ ഡോക്ടർ ബിന്ദു സുന്ദരനെയാണോ? ബിന്ദു സുന്ദരനെ പ്രസവിച്ച് പ്രഗ്നന്റ് ആയി 4 വർഷം കൂടി ഇരുന്ന് കിട്ടിയ മോന. അപ്പൊ ആദ്യം പ്രഗ്നന്റ് ആവാത്തത് കൊണ്ട് നമ്മളൊരു ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പ്രഗ്നന്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഡോക്ടറിനെ തന്നെ കാണിച്ചത് തുടങ്ങി. 7-ാം മാസം തൊട്ട് ഡോക്ടറിനെ കാണിച്ചു തുടങ്ങിയത്. ആ മെഡിക്കലിൽ ചെന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് വീണ്ടും ഈ വിഷയം ആയപ്പം ഈ വീണ്ടും പ്ലാസ്റ്റിക് നടത്തി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മലവും വെച്ച ഈ പ്ലാസ്റ്റിക് സർജറി നടത്തി ചെയ്ത ചതയും എല്ലാം കൂടെ ആയിട്ട് തിരിച്ചു പോയി. ഈ കാര്യം ഡോക്ടറിനെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശകലം കുടൽ മാത്രം എടുത്ത് വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി മുഴുവനായിട്ടും കുടൽ വെളിയിൽ വെക്കണം, എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ കൊളോസ്റ്റമി 2ാമത് ചെയ്തു. അപ്പോൾ 3 ശസ്ത്രക്രിയ മാത്രം മെഡിക്കലിൽ ചെയ്ത്. അത് ചെയ്തിട്ട് എനിക്ക് വേദനയും ബുദ്ധിമുട്ടും മാറിയില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഉള്ളിൽ സ്റ്റാപ്ലെയർ മടക്കി അടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വേദന വരുന്നത്, കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മലം വരുന്ന സമയമാകുമ്പം വയറിൻ്റെ ഇടത് സൈഡ് കയറി വിയർത്ത് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയി. അങ്ങനെ വീണ്ടും നമ്മൾ മെഡിക്കലിൽ പോയി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടൽ അവർ പുറത്ത് വെച്ച കുടൽ ഉള്ളിലോട്ടായിപ്പോയി. അത് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടറിൻ്റെ ചോദിച്ചു എന്തുകൊണ്ടാണ് കുടൽ ഉള്ളിലായിട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, വണ്ണം കുറഞ്ഞത് കൊണ്ടാണ് കുടൽ ഉള്ളിലോട്ട് പോയത്, ഇനി കുടൽ തിരിച്ചു വെക്കാൻ പറ്റൂല, ഇങ്ങനെ തന്നെ ഒരു 3-4 മാസം കൂടെ സഹിച്ചേ പറ്റൂ, വേദന സഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മലം വരുമ്പോൾ ബുദ്ധിമുട്ട് വന്നാൽ അത് വയർ പ്രസ് ചെയ്തങ്ങ് മലയെടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ട് എനിക്ക് വേദന മാറുന്നില്ല. ആ സൈഡ് കൊണ്ട് പഴുപ്പാവാൻ തുടങ്ങി. പക്ഷെ ആ സ്കിന്നിൻ്റെ കളറെല്ലാം മാറി വന്നപ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കടയ്ക്കൽ കിംസാർ എന്ന് പറയുന്ന പ്രൈവറ്റിൽ പോയി ഡോക്ടർ സൂരജ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് കുടലുള്ളിൽ പോയപ്പം മലം കുറേ ഉള്ളിൽ അവിടെ കിടന്ന് ഇൻഫെക്ഷനായി, അങ്ങനെയാണ് പഴുപ്പായ. അന്ന് വൈകിട്ട് എൻ്റെ വയറ് പൊട്ടി പഴുപ്പൊലിക്കാൻ തുടങ്ങി. ഇത്രയും ബുദ്ധിമുട്ടായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ പറഞ്ഞു പിന്നെ നമുക്ക് ഒന്നും കൂടെ സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ 2 സർജറി, അതായത് ആദ്യം ചെയ്ത കൊളോസ്റ്റമി 5 കഴിഞ്ഞു. ഇപ്പൊ ബുദ്ധിമുട്ടാണ്, വേദന. ഇപ്പൊ മെഡിക്കലിലത്തൊക്കെ നല്ല മാറ്റമുണ്ട്. ഇവിടെ ചെയ്താലും ഞാൻ രക്ഷപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.